നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അമ്മയുടെ മരണത്തെ തുടർന്ന് അനാഥരായ ഭിന്നശേഷിക്കാരായ യുവതികൾക്ക് തണലായി ചാത്തന്നൂർ കരുണാലയം. പന്മന കണ്ണൻകുളങ്ങര സ്വദേശിനികളെയാണ് കരുണാലയം ഏറ്റെടുത്തത്. സിദ്ധാർത്ഥ ലിറ്റററി ഫെസ്റ്റ് 2ാം എഡിഷൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യത്വം എന്ന ഭാവത്തെ സാക്ഷാത്കരിക്കുകയാണ് എഴുത്തുകാർ ചെയ്യേണ്ടതെന്ന് KP രാമനുണ്ണി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികൾക്ക് ആദരം. കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലെ കോൺഗ്രസ് അംഗങ്ങളെയാണ് ആദരിച്ചത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. അമ്മയുടെ മരണത്തെ തുടർന്ന് അനാഥരായ ഭിന്നശേഷിക്കാരായ യുവതികൾക്ക് ഇനി ചാത്തന്നൂർ കരുണാലയം തണലാകും. പന്മന കണ്ണൻകുളങ്ങര സ്വദേശിനികളായ ലത, സംഗീത എന്നിവരെയാണ് കരുണാലയം ഏറ്റെടുത്തത്. കണ്ണീരോടെയാണ് ഇവരെ നാട്ടുകാർ യാത്രയാക്കിയത്. അമ്മ മരിച്ചതിനെ തുടർന്ന് തീർത്തും അനാഥരായ പന്മന കണ്ണൻകുളങ്ങര വല്ലൂർ വീട്ടിൽ ലത, സംഗീത എന്നിവരെയാണ് ചാത്തന്നൂർ കരുണാലയം ഏറ്റെടുത്തത്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും കഴിയാത്ത ഇവരെ 75കാരനായ അച്ഛന് സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ പൂർണ്ണമായി ഒറ്റപ്പെട്ടത്. ഇവർ 2 ഭിന്നശേഷി കുട്ടികളായിരുന്നു. 43 വയസ്സുള്ള 42 വയസ്സുള്ള സംഗീത എന്ന മറ്റൊരു കുട്ടിയായിരുന്നു. ഇവരെ അമ്മ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയായിരുന്നു. ഞാനും നെറ്റിയാട്ട് പൗരസമിതി റാഫിയും ഷംന റാഫിയൊക്കെ പല പ്രാവശ്യം വന്ന് ഈ അമ്മയോട് ആവശ്യപ്പെട്ടു, ഈ മക്കളെ നമുക്ക് എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കാം. പക്ഷേ ആ മാതൃഹൃദയം അതിന് അനുവദിച്ചില്ല. അങ്ങനെ ഈ തൊട്ടടുത്ത ദിവസം വാർദ്ധക്യ സഹജവും അസുഖവുമായി ആ അമ്മ മരണപ്പെട്ടു. അതിനുശേഷം ഈ കുഞ്ഞുങ്ങൾ തികച്ചും അനാഥരായി. ഇവർക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, സംസാരിക്കില്ല. ഇവരുടെ ഭാഷ മനസ്സിലാകുന്നത് അമ്മയ്ക്ക് മാത്രമാണ്. കുട്ടികളുടെ വിഷയം പഞ്ചായത്ത് മെമ്പറും പന്മന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ഷംനായ എന്നെ അറിയിച്ചതനുസരിച്ച് ഒട്ടനവധി സ്ഥാപനങ്ങളെ സമീപിച്ചു നോക്കി. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ എടുക്കുന്ന സ്ഥാപനങ്ങൾ വിരളമാണ്. അങ്ങനെയാണ് ചാത്തന്നൂർ പ്രവർത്തിക്കുന്ന കരുണാലയം എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ദീപ്തി സിസ്റ്റർ ഈ കുട്ടികൾക്ക് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നെറ്റിയാട്ട് പൗരസമിതിയുടെയും സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മയുടെയും എല്ലാം നേതൃത്വത്തിൽ വാർഡ് വൈസ് പ്രസിഡന്റ് പന്മന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫിയിൽ നിന്ന് രേഖകൾ കൈമാറി ഇന്ന് ഞങ്ങളെ ഈ കുട്ടികളെ ഏറ്റെടുത്ത് ചാത്തന്നൂരുള്ള സ്ഥാപനത്തിലെത്തിക്കുകയാണ്. 43കാരിയാണ് ലത. സംഗീതയ്ക്ക് 38 വയസ്സാണ് പ്രായം. ഇവരുടെ ദയനീയാവസ്ഥ പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദിഖ് മംഗലശ്ശേരിയെ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്നാണ് ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തിന്റെ ഡയറക്ടർ സിസ്റ്റർ ദീപ്തി ഇവരെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചത്. ആവശ്യമായ രേഖകൾ ഷംന റാഫിയിൽ നിന്നും സിദ്ദിഖ് മംഗലശ്ശേരിക്ക് കൈമാറി. നെറ്റിയാട്ട് പൗരസമിതി പ്രസിഡന്റ് റാഫി, സ്നേഹസ്പർശം സൗഹൃദ കൂട്ടായ്മ കോർഡിനേറ്റർ ഷിനാജ്, പ്രദേശവാസികൾ എന്നിവർ ഇവരെ ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായ കോൺഗ്രസ് അംഗങ്ങൾക്ക് ആദരവ് നൽകി. കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലെ കോൺഗ്രസ് അംഗങ്ങളെയാണ് ആദരിച്ചത്. കരുനാഗപ്പള്ളി നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി വിജയിച്ച ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. MP ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിൽ ഇല്ലല്ലോ. ഇത് 3അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വലിയ കാര്യം. ഇത് 3ന്റെ കൂടെ 3 മാസം കഴിഞ്ഞാൽ അധികാരമുള്ളൊരു സംസ്ഥാന സർക്കാർ നമ്മുടെ കൂടെ. അത് നിങ്ങൾക്കൊന്നും കയ്യേ ഇല്ല, പൊങ്ങുന്നില്ലേ ഇത് പറയുമ്പോൾ പോലും. ഞാൻ ഫോണിൽ ഒരു തംസപ്പ് അടിക്കും ആ സമയത്ത്. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ അനുകൂലമായ ഒരു കാലാവസ്ഥയിലോട്ട് നമ്മൾ പോവാണ്. കേരള സർക്കാർ, MLA, മുനിസിപ്പൽ ചെയർമാൻ, അപ്പം എല്ലാം കൂടി ഇത് നമുക്ക് ഗുണമുണ്ടാക്കാനല്ലല്ലോ, നാട്ടുകാർക്ക് ഗുണമുണ്ടാക്കാനാണ്, നാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കാനാണ്. അപ്പോൾ നല്ല ഒരു പദ്ധതി 5 കൊല്ലക്കാലം ഇപ്പോഴും ഇന്ന് ചിന്തിക്കണം. 5 കൊല്ലം കൊണ്ട് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 പ്രയോറിറ്റികൾ എന്നൊക്കെയാണ്. ആ പ്രയോറിറ്റികൾക്കനുസരിച്ച് നാടിന്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വാർഡിൽ പ്രശ്നം ഉണ്ടാവും. വാർഡുകളിലൊക്കെ തന്നെ അവിടുത്തെ കുടിവെള്ളമായാലും അവിടുത്തെ റോഡായാലും അവിടുത്തെ ഇലക്ട്രിസിറ്റി ആയാലും വാർഡ് മെമ്പർമാർക്കാണ് ഇതിന്റെയൊക്കെ തന്നെ ഒരു ഏറ്റവും വലിയ തലവേദന എടുക്കേണ്ടവർ. അപ്പോൾ അതെല്ലാം കൂട്ടായി ആലോചിച്ച് വാർഡിന്റെ വികസനവും പൊതുവായ വികസനവും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ബൃഹത്തായിട്ടുള്ള കർമ്മ പരിപാടി തയ്യാറാക്കി
മുന്നോട്ട് കൊണ്ടുപോകണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പനക്കുളങ്ങര സുരേഷ് അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പിന്നീട് നമ്മുടെ കാലത്താണ് ആ പണിയുടെ ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ട് പണി വളരെ വേഗത്തിൽ അതിവേഗത്തിൽ ആ പണി പൂർത്തീകരിച്ചു. ഇതിനോടൊപ്പം ടെൻഡർ ചെയ്ത കല്ലുംതാഴം പാലം പണി തുടങ്ങിയിട്ടില്ല. ഗുരുവായൂർ മേൽപ്പാലം പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ പണി പൂർത്തീകരിച്ചു. ഇപ്പൊ പാലം പണി കൊടുത്തു. വികസന പ്രവർത്തനം തുടർ പ്രവർത്തനമാണ്. നമ്മൾ സർക്കാരിനെ വികസന പ്രവർത്തനത്തിൽ സഹായിച്ചിട്ടുണ്ട്. കരുനാഗപ്പള്ളി സഹായിച്ചിട്ടുണ്ട്. നമ്മളത് നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷെ എല്ലാ നേട്ടങ്ങളും വരുമ്പോൾ അത് സർക്കാരിന്റെയും എല്ലാ കോട്ടങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഏത് റോഡ് തകർന്നാണ് ഇവിടെ എത്ര നാളായി പഞ്ചായത്ത് റോഡുകൾ തകർന്നു നടന്നിട്ട് ആര് ചെയ്യുന്നു? ഒരു കൊട്ട മെറ്റിൽ ഏതെങ്കിലും പഞ്ചായത്ത് റോഡ് ചെയ്തിട്ടുണ്ടോ? MP സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദമായി കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് ആദ്യം നമുക്ക് വേണ്ടുന്നത് നമുക്കൊരു ആത്മവിശ്വാസമാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള ധൈര്യത്തോടു കൂടി ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാനുള്ള ഇപ്പൊ ഇവരുടെ ആക്രമണം തന്നെ എനിക്ക് തന്നെ തോന്നിപ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, R ചന്ദ്രശേഖരൻ, R രാജശേഖരൻ, LK ശ്രീദേവി, ബിന്ദു ജയൻ, M അൻസാർ, അഡ്വക്കേറ്റ് KA ജവാദ, ചിറ്റുമൂല നാസർ, നജീബ, N അജയകുമാർ, അനൂപ, നഗരസഭാ ചെയർമാൻ സോമരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. SPC പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. മൺട്രോത്തുരുത്ത് പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗം SPC പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. മൺട്രോത്തുരുത്ത് പെരിങ്ങാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗം വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. 4ാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ മുഖ്യാതിഥിയായിരുന്നു. മൺട്രോത്തുരുത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിളി B, പഞ്ചായത്ത് അംഗം ലീന ദേവദാസ്, SPC PTA പ്രസിഡന്റ് ലീൻ ഫ്രാൻസിസ്, സ്കൂൾ PTA പ്രസിഡന്റ് സതീശൻ M, പ്രിൻസിപ്പൽ ഗീതാഞ്ജലി, ഈസ്റ്റ് കല്ലട SHO O സജീഷ് കുമാർ, SPC കൊല്ലം റൂറൽ അഡീഷണൽ നോഡൽ ഓഫീസർ വിജയകുമാർ, പ്രഥമാധ്യാപകൻ ഷാജി ജോർജ, വിനേഷ് V, ശ്രീകുമാർ S, അനീഷ്യ PS തുടങ്ങിയവർ പങ്കെടുത്തു. മികച്ച കേഡറ്റായി മുഹമ്മദ് അൽത്താഫിനെ തെരഞ്ഞെടുത്തു. മികച്ച ഔട്ട്ഡോർ കേഡറ്റായി അരുൺകുമാറും ഇൻഡോർ കേഡറ്റായി ഷബാന എസും തെരഞ്ഞെടുക്കപ്പെട്ടു. പരേഡ് കമാൻഡർ മുഹമ്മദ് അൽത്താഫ്, സെക്കൻഡ് ഇൻ പരേഡ് കമാൻഡർ ദേവകൃഷ്ണൻ JS, 1ാം പ്ലാറ്റൂൺ കമാൻഡർ സൈദാലി, 2ാം പ്ലാറ്റൂൺ കമാൻഡർ ഷാഹിന എന്നിവരാണ് പരേഡിന് നേതൃത്വം നൽകിയത്. ഇവരെ ചടങ്ങിൽ ആദരിച്ചു. അപർണ രാജ്, രാജീവ് കുമാർ R, എഡ്വേർഡ് J, മെർസലിൻ, അബ്ദുൽ വഹാബ, വിനേഷ് V, O സജീഷ് കുമാർ V എന്നിവർക്കും ആദരവ് നൽകി. സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. സിദ്ധാർത്ഥ ലിറ്റററി ഫെസ്റ്റിന്റെ 2ാം എഡിഷൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യത്വം എന്ന ഭാവത്തെ സാക്ഷാത്കരിക്കുകയാണ് എഴുത്തുകാർ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യത്വം എന്ന ഉദാത്തമായ ഭാവത്തെ സാക്ഷാത്കരിക്കുകയാണ് എഴുത്തുകാർ ചെയ്യേണ്ടതെന്ന് എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി കൺവീനറുമായ KP രാമനുണ്ണി പറഞ്ഞു. സർവ്വജീവജാലങ്ങളും സുസ്ഥിരതയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകണം. അതിന് മനുഷ്യൻ ഐക്യത്തോടെ നിൽക്കണം. അതിന് സാഹിത്യം അനിവാര്യമാണ്. മനുഷ്യനെ മനുഷ്യത്വത്തോടെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നതാണ് സാഹിത്യം ചെയ്യുന്നതെന്നും എല്ലാ കലകളുടെയും മാതാവാണ് സാഹിത്യമെന്നും KP രാമനുണ്ണി കൂട്ടിച്ചേർത്തു. ഐക്യപ്പെടുത്തലിന് മനുഷ്യന്റെ മനുഷ്യത്വത്തെ ഉയർത്തിയാൽ മാത്രമേ, സാഹോദര്യത്തിനുള്ള ബോധത്തെ വളർത്തിയാൽ മാത്രമേ ഐക്യപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് സാഹിത്യം അനിവാര്യമാണ്. സർസി സമ്മാനം കിട്ടിയിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരിയായിട്ടുള്ള ശിവശങ്കരി പറയാറുണ്ട്, അവരൊരു സ്ലോഗനായിരുന്നു, നിറ്റ് ഇന്ത്യ ത്രൂ ലിറ്ററേച്ചർ, ഇന്ത്യയെ സാഹിത്യത്തിൽ കൂടെ തുന്നിച്ചേർക്കുക. ഇന്ന് നമുക്ക് ആ സ്ലോഗൻ നിറ്റ് ദി വേൾഡ് ത്രൂ ലിറ്ററേച്ചർ, ലോകത്തെ സാഹിത്യത്താൽ ഐക്യപ്പെടുത്തുക എന്നതാക്കി മാറ്റേണ്ട ഒരു അവസ്ഥാവിശേഷമുണ്ട്. അപ്പം സാഹിത്യം ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് അത്ര പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനുഷ്യൻ പൂർണ്ണ വളർച്ചയിൽ മനുഷ്യനെ എത്തിക്കുന്നതാണ് സാഹിത്യവും കലയും. സിദ്ധാർത്ഥ ലിറ്റററി ഫെസ്റ്റിന്റെ 2ാം എഡിഷൻ പള്ളിമൺ സിദ്ധാർത്ഥ ഗ്രീൻ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ അധ്യക്ഷത വഹിച്ചു.
പിടിക്കുന്നവർക്കും ഇതിന്റെ പിൻബലമായി നിൽക്കുന്ന രക്ഷകർത്തൃ സമൂഹത്തിനും ഇതിനൊക്കെ കാരണക്കാരായി അല്ലെങ്കിൽ ഇതിനൊക്കെ പോസിറ്റീവായി ഞങ്ങളോടൊപ്പമുള്ള പ്രിയപ്പെട്ട മാനേജ്മെന്റ് സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ചെയർമാൻ അടക്കമുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ ഒരു എളിയ ശ്രമത്തിന് സജീവമായ പിന്തുണ നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് നൊറോണ, സാബു കോട്ടുകൽ, ജേക്കബ് എബ്രഹാം, ശ്രീകണ്ഠൻ കരിക്കകം, രാജീവ് ജി ഇടവ, അനൂപന്നൂർ, ഇളവൂർ ശശി, PJ ഉണ്ണികൃഷ്ണൻ, ജെ ശൈലജ, വീരാൻകുട്ടി, അജിത് സാർ, കുരീപ്പുര ശ്രീകുമാർ, സെബാസ്റ്റ്യൻ, രാജു വള്ളികുന്നം എന്നിവർ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു. അനൂപ് കല്ലറ, കെ സജീവ് കുമാർ, ഹരിഹരൻ ഉണ്ണി, ഡോക്ടർ മുഹമ്മദ് കബീർ എന്നിവർ മോഡറേറ്റർമാരായിരുന്നു. പുസ്തക പ്രകാശനങ്ങൾ, കാരിക്കേച്ചർ പ്രദർശനം, തത്സമയ ചിത്രരചന, പുസ്തകോത്സവം എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. PS സുബാൽ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് സ്വീകരണം നൽകി. അഞ്ചൽ, കൊച്ചുകുരുവിക്കോണത്തും ഏറം ജംഗ്ഷനിലുമായിരുന്നു സ്വീകരണം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി 9-ന് അഞ്ചലിലെത്തും. ഇതിന്റെ പ്രചരണാർത്ഥം PS സുബാൽ MLA പുന്നൂർ മണ്ഡലത്തിൽ നയിക്കുന്ന ജാഥയ്ക്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 2 കേന്ദ്രങ്ങളിൽ LDF സ്വീകരണം നൽകി. ആനുകാലികമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജു സുരേഷ് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ജാഥയാണ്. ആ ജാഥയെ സ്വീകരിക്കാനാണ് നിങ്ങൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ മണ്ഡലം ജാഥ സംഘടിപ്പിക്കുന്നത് തന്നെ സംസ്ഥാന ജാഥയുടെ പ്രചരണാർത്ഥമാണ്. LDFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 സംസ്ഥാന ജാഥകളാണ് നമ്മുടെ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ മേഖല ജാഥ നയിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് MP ഗോവിന്ദൻ മാസ്റ്റർ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി നിർവഹിച്ചു. കൊച്ചുകുരുവിക്കോണം ജംഗ്ഷനിലും ഏറം ജംഗ്ഷനിലുമാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. 100 കണക്കിന് പ്രവർത്തകരാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തത്. S ജയമോഹൻ, ജാഥ മാനേജർ ബിജു, ലിജു ജമാൽ, S സന്തോഷ്, D വിശ്വസേനൻ, അഡ്വക്കേറ്റ് ലെനു ജമാൽ, VS സതീഷ്, അഡ്വക്കേറ്റ് S സൂരജ്, രഞ്ജു സുരേഷ്, C ഹരി, അരുൺ ചന്ദ്രശേഖർ, അജാസ്, ലിജിഷ്, ഹാരിസ് കാര്യത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ 3 യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രധാന പ്രതി പിടിയിൽ. പുനക്കന്നൂർ നിഷാദ് മൻസിലിൽ കൊള്ളി നിയാസ് എന്ന് വിളിക്കുന്ന നിയാസാണ് കുണ്ടറ പോലീസിന്റെ പിടിയിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കുണ്ടറ പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ 3 യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് പ്രധാന പ്രതി പിടിയിലായത്. പുനക്കന്നൂർ നിഷാദ് മൻസിലിൽ കൊള്ളി നിയാസ് എന്ന് വിളിക്കുന്ന നിയാസിനെയാണ് കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15ഓളം പേർക്കെതിരെ കേസെടുത്തിരുന്നു. അക്രമത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ആലപ്പുഴ ആറാട്ടുപുഴയ്ക്ക് സമീപം നിയാസ് ഉള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സാഹസികമായി ഇവിടെ എത്തി ഇയാളെ പിടികൂടിയത്. നവംബർ മാസം 9-ാം തീയതി കുണ്ടറ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പെരുമ്പുഴ ഭാഗത്ത് ഒരു അറ്റംപ്റ്റ് മർഡർ ഉണ്ടായിരുന്നു. അതിലെ 3 പേർക്കായിരുന്നു ഗുരുതരമായി പരിക്കേറ്റത്. ഒരു ഗുണ്ടാക്രമണമായിരുന്നു. ആ സമയത്ത് വളരെയധികം മീഡിയ അറ്റൻഷൻ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഒടുവിൽ പോയ പ്രതികളിൽ കണ്ടാലറിയാവുന്ന 5 പേരും നെയിംഡ് ആയിട്ടുള്ള 5 പേരും കണ്ടാലറിയാവുന്ന 10 പേരും ടോട്ടൽ 15 പേരെയായിരുന്നു പറഞ്ഞിരുന്നത്. അതില് കാപ്പ ഉൾപ്പെടെ നിരവധി ക്രൈമുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള മുതിൻമുക്ക് സ്വദേശികളായ കൊള്ളി നിയാസ്, കൊള്ളി നിഷാദ് എന്നിവർ ഇൻവോൾവ് ആയിരുന്നു. അവരായിരുന്നു പ്രധാന 1-2 പ്രതികളായിട്ട് പറഞ്ഞത്. സംഭവത്തിന് ശേഷം ഒടുവിൽ പോയിരുന്ന പ്രതികളെ അന്വേഷിച്ച് വലിയ അന്വേഷണം കുണ്ടറ പോലീസിന്റെ ഭാഗത്തുണ്ടായി. പ്രത്യേകമായ ഒരു സ്ക്വാഡ് തന്നെ ഫോം ചെയ്ത് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തിയിരുന്നു. കുറ്റകൃത്യം കമ്മിറ്റ് ചെയ്തതിനു ശേഷം അവര് കുറെ കാലം സ്റ്റേറ്റ് വിട്ട് തന്നെ പോയിരുന്നു. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സ്ക്വാഡ് നമ്മുടെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചത് അന്വേഷണത്തിൽ ഇന്നലെ ആലപ്പുഴ ആറാട്ടുപുഴയ്ക്ക് സമീപം ഇയാളുടെ ഭാര്യ വീടിന് സമീപത്ത് ഇയാളുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയും രാത്രി നമ്മുടെ പോലീസ് ഒരു അത്യന്തം ശ്രമകരമായ ഒരു പരിശ്രമത്തിലൂടെ കൊള്ളി നിയാസിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കേസിലേക്ക് ഇന്ന് അയാളെ റിമാൻഡില് കോടതി റിമാൻഡ് പ്രവേശനം ഹാജരാക്കുകയാണ്. കാപ്പ നിയമപ്രകാരം പലതവണ നാടുകടത്തപ്പെടുകയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ യുവാവാണ് ഇയാൾ. കേസിൽ സഹോദരൻ നിഷാദ്, വിഷ്ണുലാൽ, തൻസീർ, ഫൈസൽ എന്നിവർ കൂടാതെ കണ്ടാലറിയാവുന്ന 15ഓളം പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്.
2025 നവംബർ 9 രാത്രി 10:30 സംഭവം. ആലുമൂട് തൊടിയിൽ പുത്തൻവീട്ടിൽ ജോൺ, പെരുമ്പുഴ സെറ്റിൽമെന്റ് കോളനിയിൽ ഗോപകുമാർ, അനു ഏലിയാസ് എന്നിവർക്കാണ് വെട്ടേറ്റത്. 2 ഓട്ടോറിക്ഷയിലും 8 ബൈക്കുകളിലുമായി എത്തിയ സംഘമാണ് അക്രമം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ LPSൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. യാത്രയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. സെറോനോ 2K26 എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത്. നീണ്ടകര സെന്റ് സെബാസ്റ്റ്യൻ LPSൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. യാത്രയപ്പ് സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി. സെറേനോ 2K26 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം നിർവഹിച്ചു. സെറേനോ 2026 എന്ന ഈ പ്രോഗ്രാമിന് 2 സവിശേഷതകളാണ്. ഒന്ന് 156ാമത് വാർഷികം ഇന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ LP സ്കൂൾ ആഘോഷിക്കുകയാണ്. അതിനോടൊപ്പം പ്രിയങ്കരിയായിട്ടുള്ള പ്രസിഡന്റ് ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും കൂടിയാണ്. അത് വർണ്ണാഭമായ വസ്ത്രത്തിൽ നല്ല ഡിസൈനിലാണ് കേട്ടോ. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ഡ്രസ് ഡിസൈൻ വളരെ മനോഹരമായിരിക്കുന്നു. ക്യാപ്പൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കുന്നു. എല്ലാവരും വളരെ ഒരു ജോയിലായിട്ടുള്ള മൂഡിലാണ്. അപ്പോൾ അല്പസമയം നമുക്കിത് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേദി മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് ഈ ദിവസം. 156 വർഷം പിന്നോട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഈ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഈ നാടൊക്കെ അന്ന് സ്വതന്ത്ര ഭാരതത്തിന് മുമ്പ് രാജഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സവിശേഷത. ഒന്ന് ബഹുമാനപ്പെട്ട റവറൻഡ് നമ്മുടെ ഫാദർ പറഞ്ഞ കണക്ക് തന്നെ ഈ സമൂഹത്തിൽ സാധാരണക്കാരന് വിദ്യാഭ്യാസം ലഭിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ചതാണ് രൂപതയുടെ നേതൃത്വത്തിലുള്ള ഈ സ്കൂളുകൾ. ലോക്കൽ മാനേജർ ഫാദർ റോൾഡൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. അധ്യാപക പ്രതിനിധി ജെ ഷീബ സ്വാഗതം പറഞ്ഞു. അനുപമാദാസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊല്ലം കോർപ്പറേറ്റ് മാനേജ്മെന്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ ബിനു തോമസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. IREL ജനറൽ മാനേജർ SN അജിത് മുഖ്യപ്രഭാഷണം നടത്തി. വിരമിക്കുന്ന പ്രധാനാധ്യാപിക പ്രസന്ന ബെർഗ് മെൻസിനെ വാർഡംഗം ജോളി പീറ്റർ ആദരിച്ചു. ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ T അനിത, ന്യൂൺമീൽ ഓഫീസർ ഗോപകുമാർ, ചവറ BPC കിഷോർ കെ കൊച്ചയ്യം, PTA പ്രസിഡന്റ് ഹെൽഡ, റിട്ടയർഡ് അധ്യാപകൻ മുരളീധരൻ, G സെബാസ്റ്റ്യൻ, അഗസ്റ്റിൻ മാട്ടേൽ, ക്ലീറ്റസ് ആന്റണി, SD ലാമ, കെവിൻ ബെർഗ്മെൻസ്, പ്രസന്ന ബെർഗ്മെൻസ്, മേരി സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മാനദാനവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, ചവറ. വള്ളികുന്നം കാരാഴ്മ വാർഡംഗം ഉഷാചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് കാരാഴ്മ 18ാം വാർഡ് അംഗം ഉഷാചന്ദ്രന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വട്ടക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമാണ് ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. MS അരുൺകുമാർ MLA ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു മെമ്പറായി കഴിഞ്ഞാൽ MLA ആയി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും വരാനും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനും കഴിയുന്ന, ജനങ്ങൾക്ക് ലഭിക്കാൻ കഴിയുന്ന എല്ലാ സേവനങ്ങളും ഉറപ്പാക്കാൻ കഴിയുന്ന നിലയിലേക്കൊരു സേവന കേന്ദ്രമായി ഈ ഓഫീസ് മാറും എന്നുള്ളതാണ് മെമ്പർ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ആ നിലയിലേക്ക് മാറാൻ പിന്നെ എനിക്ക് തോന്നുന്നു വള്ളികുന്നം പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ചിന്ത, ഒരു പുതിയ ആശയം. കഴിഞ്ഞ പ്രാവശ്യം കാര്യം ചെയ്തില്ലെന്ന് തന്നെ പറഞ്ഞു. പുതിയ ആശയം ഒരാൾ ചെയ്യുമ്പോഴാണല്ലോ അത് ഇംപ്ലിമെൻ്റ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ആശയം നടപ്പിലാക്കിയ ഓരോ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഓരോ കാര്യങ്ങളും. ഇതും ഒരു പുതിയ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന ആ നിലയിൽ ഈ ഒരു ഓഫീസ് എന്ന സാധാരണ MLAക്ക് ഓഫീസുണ്ട്, MPക്ക് ഓഫീസുണ്ട്, പിന്നെ മറ്റുള്ളവർക്ക് എല്ലാ ഓഫീസുണ്ട്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ എടുക്കുമ്പോൾ കോർപ്പറേഷന് എല്ലാ കൗൺസിലർമാർക്കും ഓഫീസുണ്ട്. അത് പഞ്ചായത്ത് തലത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചൊക്കെ ഇവിടെ മോൻസാവ് സൂചിപ്പിച്ചു. അപ്പോൾ പഞ്ചായത്ത് തലത്തിലും ഇതേപോലെ ഗ്രാമീണമായ സേവന കേന്ദ്ര ഓഫീസ് ഉയർന്നു വരികയാണ്. തീർച്ചയായും ഇതിന് മുൻകൈയെടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം D അംബുജാക്ഷി, പഞ്ചായത്ത് അംഗം N മോഹൻകുമാർ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡി രോഹിണി, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം KV അഭിലാഷ് കുമാർ, CPIM LDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അറിയിക്കേണ്ട വിവരങ്ങളും പരാതികളും അപേക്ഷകളും ജനസേവാ കേന്ദ്രത്തിൽ നൽകാം. ഒരു സംരംഭം എന്ന് പറയുന്നത് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെ അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകുവാൻ ഒരു ജനപ്രതിനിധി സംവിധാനം ഇവിടെ ഒരു ഒഴുങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, പ്രദേശത്തിൻ്റെ ആവശ്യം എന്താണ്, ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പരിഹാരം കാണുവാനുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇവ വിതരണം ചെയ്തത്. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലാണ് SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു വിതരണം. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരത് SP വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണ്. നാളേക്കുള്ള യുവതലമുറകളെ വാർത്തെടുക്കാനുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ മാത്രമല്ല നമ്മുടെ വീടുകളിൽ ഇരുന്നവർ പഠിക്കുവാനായിട്ടുള്ള മേശയും കസേരയുമാണ് ഇന്നലെ വിതരണം ചെയ്തത്. നിർവഹണ ഉദ്യോഗസ്ഥ KR ബീന അധ്യക്ഷത വഹിച്ചു. അപേക്ഷകളാണ് കിട്ടിയിട്ടുള്ളത്. 52 അപേക്ഷകളും അപേക്ഷകർക്കും കൊടുക്കാനുള്ള സാധനം പകുതി എത്തിയിട്ടുണ്ട്, പകുതി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഇപ്പം തന്നെ തരാനുള്ള സെറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ ദിലീപ്, അനിൽ പനപ്പെട്ടി, വിനോദ്, ഉദ്യോഗസ്ഥരായ ജയചന്ദ്രൻ, സിദ്ദിഖ തുടങ്ങിയവർ പങ്കെടുത്തു. 2ാം വാർഡിലെ നന്ദിത എന്ന വിദ്യാർത്ഥിക്ക് മേശയും കസേരയും നൽകിയായിരുന്നു വിതരണോദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഭരണിക്കാവിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ശാസ്താംകോട്ട താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ആവശ്യമുയർന്നത്. ഭരണിക്കാവിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇത് നിയന്ത്രിക്കാൻ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സിനിമാ പറമ്പിലും ആഞ്ഞിലിമൂട്ടിലും ഗതാഗത നിയന്ത്രണത്തിന് ഹോംഗാർഡിനെ നിയമിക്കണമെന്ന ആവശ്യവും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉയർന്നു വന്നു. ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നും താലൂക്ക് സഭയിൽ എത്തിച്ചേരാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യം ഉയർന്നു. ഈ അവസ്ഥയ്ക്ക് കാരണം ബഹുമാനപ്പെട്ട MLA ഇവിടുത്തെ LDF നേതൃത്വവും ഉദ്യോഗസ്ഥ വൃന്ദവുമാണ്. കഴിഞ്ഞ 10 വർഷത്തെ തുടർഭരണത്തിന്റെ രക്തസാക്ഷിത്വമാണ് ശാസ്താംകോട്ട ഹോസ്പിറ്റലിന്റെ ഈ അവസ്ഥ. എന്താണ് ഉദ്യോഗസ്ഥർ അത് ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അതിന് 80 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി തന്നത് ഈ ഓഫീസിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട തഹസിൽദാർ അതിന് നേതൃത്വം കൊടുത്ത ഒരാളാണ്. അന്നത്തെ സർവേയിൽ മാത്രമാണ് മാറിയത്. അതിന്റെ തെക്കേ അതിലെന്ന് പറയപ്പെടുന്നത് കടയോട് ചേർന്ന അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയാണ്. പക്ഷേ നിലവിലുള്ള ഹോസ്പിറ്റലിന് മുമ്പിൽ വന്നപ്പോൾ അത് 5-6 മീറ്റർ വിട്ട് വീണ്ടും ഈ ഹോസ്പിറ്റലിനോട് ചേർന്ന് അളന്നു പോയതിന്റെ ഒറ്റ കാരണത്താലാണ് ഇപ്പോൾ ഈ കെട്ടിടം പണിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. കോവൂർ കുഞ്ഞുമോൻ MLA വികസന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന ഓഫീസർ പലപ്പോഴും ഈ കമ്മിറ്റികളിൽ വരാറുണ്ട്. അത് നോമിനിയാണ് വരുന്നത്. BRC ഒരാൾ പോലെ ഇതുവരെ വന്നിട്ടുണ്ട്. DPO ഉണ്ട്. DPO ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. AEO ഉണ്ട്. AEOയ്ക്ക് വരും. AEO അല്ല, പകരക്കാരനാണ്. AEO വരാറില്ല. അങ്ങനെ വരാത്ത ഡിപ്പാർട്ട്മെന്റുകളെ CDPOമാർ 2 പേരും ഒരാളെ വന്നു, അഡീഷണൽ വന്നു, അവർക്കും അറിയിപ്പ് കൊടുത്തു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വിദ്യാധിരാജ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാനതല സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കരുനാഗപ്പള്ളിയിലാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും നടത്തി. വിദ്യാധിരാജ ഗ്രൂപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംസ്ഥാനതല സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കാണ് കരുനാഗപ്പള്ളിയിൽ തുടക്കമായത്. കരുനാഗപ്പള്ളി തേവർകാവ് വിദ്യാധിരാജ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. വിദ്യാധിരാജ വിദ്യാസമാജം മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ശ്രീലക്ഷ്മി അജി ആഘോഷ പരിപാടികൾക്ക് ദീപം തെളിച്ചു. തുടർന്ന് വിദ്യാധിരാജ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി. CR മഹേഷ് MLA സുവർണ ജൂബിലി ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളരെ നിശബ്ദമായി സൂക്ഷ്മതയോടുകൂടി ആരുടെയും മനസ്സിൽ മുറിവേൽക്കാതെ നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തയാളാണ് ചട്ടമ്പി സ്വാമികളെന്ന്
ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരാൾ മഹാനാകുന്നത് അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ അയാളെക്കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകളല്ല. അയാൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി ജീവിച്ചിരുന്ന പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ഇരട്ടി 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 എന്ന് പറഞ്ഞാൽ കാലം എത്ര അതിവേഗത്തിൽ ഉരുണ്ടു പോയാലും ശരി, ആ മനുഷ്യനെ വീണ്ടും 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 ഓർക്കുമ്പോഴാണ് ഒരാൾ മഹാനായി തീരുന്നത്. അത്തരത്തിലൊരു മഹാനായ മനുഷ്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. വിദ്യാധിരാജ വിദ്യാസമാജം സെക്രട്ടറി ഡോക്ടർ ആർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ വിശിഷ്ടാതിഥിയായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്താർ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപാചന്ദ്രൻ, നഗരസഭാ കൗൺസിൽ അംഗങ്ങളായ രാധാമണി, ഷാജി, ജി രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. എഴുകോൺ ജംഗ്ഷൻ വികസനത്തിന് ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചു. എഴുകോൺ ജംഗ്ഷൻ വികസനം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എഴുകോൺ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റെയിൽവേ ഓവർബ്രിഡ്ജാണ് ജംഗ്ഷൻ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതോടെ എഴുകോൺ ജംഗ്ഷൻ വികസനം എന്ന ആവശ്യം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷ. എഴുകോൺ ജംഗ്ഷൻ വികസനം എന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന റെയിൽവേ മേൽപ്പാലമാണ് ജംഗ്ഷൻ വികസനത്തിന് പ്രധാന തടസ്സമാകുന്നത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മേൽപ്പാലം പില്ലറുകളിൽ എഴുകോൺ റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ നേതൃത്വത്തിൽ പഠനങ്ങളും സർവേയും നടത്തിയിരുന്നു. എന്നാൽ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പരിഗണനയിലേക്ക് എത്തിയതോടെ പദ്ധതി വീണ്ടും മുടങ്ങിയ മട്ടിലാണ്. ജംഗ്ഷൻ വികസനത്തിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയതോടെ എഴുകോൺ നിവാസികൾ വീണ്ടും പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്മയുടെ മരണത്തെ തുടർന്ന് അനാഥരായ ഭിന്നശേഷിക്കാരായ യുവതികൾക്ക് തണലായി ചാത്തന്നൂർ കരുണാലയം. പന്മന കണ്ണൻകുളങ്ങര സ്വദേശിനികളെയാണ് കരുണാലയം ഏറ്റെടുത്തത്. സിദ്ധാർത്ഥ ലിറ്റററി ഫെസ്റ്റ് 2ാം എഡിഷൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യത്വം എന്ന ഭാവത്തെ സാക്ഷാത്കരിക്കുകയാണ് എഴുത്തുകാർ ചെയ്യേണ്ടതെന്ന് KP രാമനുണ്ണി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികൾക്ക് ആദരം. കരുനാഗപ്പള്ളി നഗരസഭാ പരിധിയിലെ കോൺഗ്രസ് അംഗങ്ങളെയാണ് ആദരിച്ചത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.